ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലികത്തിൻ്റെ LLB എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ 10ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൃത്യമായിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ഈ LLB എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IPC നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്ന ലോയുടെ കുറച്ച് കൺസെപ്റ്റുകളും അതിൻ്റെ ചില ഫിലോസഫേഴ്സിൻ്റെ തിങ്കിങ്, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതിനകം തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഒരു പുതിയ അധ്യായമാണ്. ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തിൽ നിന്ന് LLB എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളും ചില ഡെഫിനിഷനുകളും ചില അറിവുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ LLB എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമ പുസ്തകത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ടവും എന്നാൽ വളരെ രസകരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ എഗ്രിമെൻറ്റുകൾ, പ്രൊപ്പോസലുകൾ, അതുപോലെ തന്നെ പ്രോമിസുകൾ, കോൺട്രാക്റ്റുകൾ, അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ ലാഘവത്തോട് കൂടിയിട്ടൊക്കെ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യാറുണ്ട്, എഗ്രിമെൻറ്റുകൾ ഒപ്പുവെക്കാറുണ്ട്. എന്നാൽ അതിൽ ഇന്ത്യയുടെ ഒരു നിയമ സംവിധാനത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യൻ നിയമത്തിൽ എന്താണ് ഒരു എഗ്രിമെൻറ്റിനും എന്താണ് ഒരു കോൺട്രാക്റ്റിനും നൽകുന്ന നിയമപരമായ പിൻബലം, അതിൻ്റെ ഡെഫിനിഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യും. അതിൽ പ്രധാനമായിട്ടും LLB എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമായ ചില ഭാഗങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാട്ട് ഈസ് കോൺട്രാക്റ്റ്, എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്ഷൻ 2 ക്ലോസ് H പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു നിയമപുസ്തകം തുറന്നു നോക്കിയാൽ നിയമങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് ഓരോരോ സെക്ഷനുകളായിട്ടാണ്. 1, 2, 3 എന്ന് പറയുന്ന നമ്പറുകളിൽ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വിവരിക്കപ്പെട്ട രീതിയിലാണ് നിയമങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സബ് സെക്ഷനുകളായിട്ട് ഇപ്പം 2 എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സബ് സെക്ഷനുകളായിട്ട് ക്ലോസ് A, ക്ലോസ് B, ക്ലോസ് C എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ അത് അടുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LLB എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും സെക്ഷനുകൾ ഓർത്തു വെക്കുക, അതുപോലെ തന്നെ ഡെഫിനിഷനുകൾ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വാട്ട് ഈസ് കോൺട്രാക്റ്റ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തേടുമ്പോൾ ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 2 ക്ലോസ് H ആണ് വാട്ട് ഈസ് കോൺട്രാക്റ്റ് എന്നതിൻ്റെ ഒരു മീനിങ് പറഞ്ഞിരിക്കുന്നത്. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് നിയമപരമായിട്ട് അത് നടപ്പാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതിനെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ വളരെ സിമ്പിൾ മീനിങ് ആണ്, അഥവാ നിങ്ങൾ പഠിച്ചു വെക്കാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 2 ക്ലോസ് H ആണ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. എന്നാൽ അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എഗ്രിമെൻറ്റ്, എന്താണ് അതിൻ്റെ എൻഫോഴ്സിബിലിറ്റി, എന്നാൽ എന്തൊക്കെ എഗ്രിമെൻറ്റുകളാണ് എൻഫോഴ്സിബിൾ ചെയ്യാൻ സാധിക്കാത്തത്, അത് ഏതൊക്കെ രീതിയിലാണത് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് വരാതിരിക്കുന്ന സാഹചര്യം എന്താണ്, അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയണം, എൻ്റെ കയ്യിലൊരു കാറുണ്ട്, ആ കാറ് ഞാൻ മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ കാറ് ഞാൻ OLX എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ പറയാം 2 ലക്ഷം രൂപയ്ക്ക് എൻ്റെ കാറ് ഞാൻ വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ആദ്യ പടിയാണ്. അതിനെ പ്രൊപ്പോസൽ എന്ന് പറയും. അങ്ങനെ പ്രൊപ്പോസൽ പറയുന്ന സമയത്ത് ഒരാളതിന് മെസ്സേജ് അയക്കുകയാണ്, അതല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കാറ് ഞാൻ 2 ലക്ഷം രൂപ നൽകിയിട്ട്
വാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ acceptance എന്ന് പറയും. അഥവാ അദ്ദേഹം തയ്യാറാണ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ് acceptance എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ കാർ ഞാൻ നിങ്ങൾക്ക് നൽകാം. അതോടുകൂടി അവിടെ ഒരു എഗ്രിമെൻ്റ് തുടക്കത്തിൻ്റെ ആദ്യ പകുതി കഴിയുകയാണ്. ആദ്യം ഒരു പ്രപ്പോസൽ പറയുകയാണ്, അപ്പുറത്തൊരു acceptance ഉണ്ടാവുകയാണ്. ആ acceptanceും പ്രപ്പോസലും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രോമിസാണ്. ഒരു പ്രോമിസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടി പ്രപ്പോസൽ പ്ലസ് acceptance എന്ന് പറയുന്നത് ഒരു പ്രോമിസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറുകയാണ്. പിന്നീട് ഈ പ്രോമിസാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക്, ഒരു ലീഗൽ ഡെഫിനിഷനിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾക്ക് അതിലെ ഓരോ ഘടകങ്ങൾ പരിശോധിക്കാം. ആദ്യമായിട്ട് പ്രപ്പോസൽ. ഞാൻ പറഞ്ഞു എൻ്റെ കാർ ഞാൻ OLXൽ വിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന എൻ്റെ വില്ലിങ്നെസ് ആണ് ഞാൻ ആദ്യം അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് എ എന്ന് പറയുന്ന ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ 2 ക്ലോസ് എ ആണ് വാട്ട് ഈസ് പ്രപ്പോസൽ എന്ന് പറയുന്ന ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദ അതർ to such act or subsistence he is said to be make an proposal. അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു വില്ലിങ്നെസ് അറിയിക്കുന്നതിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് എ ആണ് അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോമിസ്. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് പ്രോമിസ്? പ്രോമിസ് എന്ന് പറയുന്നത് 2 ക്ലോസ് ബി ആണ് പ്രോമിസ് എന്ന് പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് when the person to whom the proposal is made signifies his assent thereto the proposal is said to be accepted. അപ്പോൾ പ്രപ്പോസൽ ഈസ് സെഡ് ടു ബി അക്സെപ്റ്റഡ്. പ്രപ്പോസൽ അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. അപ്പോൾ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് പ്രോമിസ് ആയി മാറുകയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പറയാം, പ്രപ്പോസൽ പ്ലസ് acceptance എന്ന് പറയുന്നത് പ്രോമിസ് എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്ക് മാറുകയാണ്. ഇനി ഈ പ്രോമിസ് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ബൈ വേർഡും അതല്ലെങ്കിൽ അനദർ ഫോർമാറ്റ് ഓഫ് വേർഡ്. വാക്കാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലും ചെയ്യാം. അങ്ങനെ ബൈ വേർഡിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ പ്രോമിസ് ബൈ എക്സ്പ്രസ് എന്നും മറ്റുള്ള ഫോർമാറ്റിലൂടെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ പ്രോമിസ് ബൈ ഇംപ്ലൈഡ് എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള പ്രോമിസസ് ആണ് കാര്യമായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, അങ്ങനെ ഒരു പ്രോമിസും ഒരു അക്സെപ്റ്റൻസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പ്രപ്പോസലൊക്കെ നിൽക്കുമ്പോൾ രണ്ട് കക്ഷികളാണ് അവിടെ ഉണ്ടാവുന്നത്. ഒന്ന്, ഞാൻ എൻ്റെ വാഹനം വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞാൻ, മറ്റൊരാൾ വാഹനം വാങ്ങാൻ നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾ. അതിൽ ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ അഥവാ ഞാൻ വാഹനം വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കാൾഡ് പ്രോമിസർ. അഥവാ എന്നെ പ്രോമിസർ എന്നാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ പേഴ്സൺ അക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ഈസ് കാൾഡ് പ്രോമിസി. ആരാണോ ഞാൻ പറയുന്ന പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് സ്വീകരിക്കുന്നത്, അയാളെ പ്രോമിസി എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് വാക്കുകളും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കാൾഡ് ദ പ്രോമിസർ. അടുത്തതായിട്ട് ദ പേഴ്സൺ അക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ഈസ് കാൾഡ് പ്രോമിസി. ഇനി നെക്സ്റ്റ് ആണ് ഏകദേശം പ്രോമിസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു സംസാരം എത്തി നിൽക്കുകയാണ്. ഇനി അത് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എഗ്രിമെൻറ്റിലേക്ക് മാറുമ്പോൾ അവിടെ പ്രധാനമായിട്ടൊരു കാര്യം പറയുകയാണ്. കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് വേണമെന്നാണ് പറയുന്നത്. 2 ക്ലോസ് ഡി ആണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ വാട്ട് ഇസ് കൺസിഡറേഷൻ എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ നിർവചനം നൽകുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൺസിഡറേഷൻ ഉണ്ട്. കാരണം ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ വാഹനം ഞാൻ വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ മറ്റൊരാൾ പറയുകയാണ് 2 ലക്ഷം രൂപ തന്ന് ഞാൻ നിങ്ങളുടെ വാഹനം വാങ്ങാൻ അദ്ദേഹം തയ്യാറാണ്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം എനിക്ക് നൽകുന്നത് 2 ലക്ഷം രൂപയാണ്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന പ്രോമിസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഞാൻ നൽകുന്ന എൻ്റെ കാറാണ്. ഇത്തരത്തിൽ 2 പേർക്കും കൺസിഡറേഷനോട് കൂടിയിട്ടാണ് ഈ പ്രോമിസ് നടപ്പാക്കുന്നത് എങ്കിൽ
അതിനെ എഗ്രിമെൻ്റ് എന്ന് പറയുകയാണ്. ഇപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന വാക്കിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഓരോ ഘട്ടങ്ങളും ഓരോ കൃത്യമായ നിർവചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വാട്ട് ഈസ് കൺസിഡറേഷൻ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 2 clause D ആണ് പറഞ്ഞിരിക്കുന്നത്. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ, അഥവാ വാഹനം വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞാൻ, ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് or promises to do or abstain from doing something, such act or absistence or promise is called a consideration for the promise. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംതിങ് എന്ന് പറഞ്ഞത് ക്യാഷായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ വാഹനമായിരിക്കാം, പകരം എനിക്കുള്ള സർവീസുകളായിരിക്കാം, എന്തും ആവാം. അവിടെ ക്യാഷ് എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ അല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ഒരു കൺസിഡറേഷനും അതല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 clause D ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനി എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത് 2 clause E ആണ് വാട്ട് ഈസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എവരി പ്രോമിസ്, ആ പ്രോമിസ് എന്ന് പറയുന്നതോടുകൂടി പ്രൊപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ്, ഈ 2 കാര്യങ്ങളും ആ പ്രോമിസിലേക്ക് വന്നു. ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ്, അതല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസുകൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഓഫ് ഈച്ച് അതർ, രണ്ടുപേർക്കും ആ പ്രോമിസിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള കൺസിഡറേഷനും ലഭിക്കുന്നുണ്ടെങ്കിൽ ഈസ് എൻ എഗ്രിമെൻറ്റ്. അതാണ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഗ്രിമെൻറ്റ് 2 clause E ആണ്. എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് എൻ എഗ്രിമെൻറ്റ്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാടും നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, പിന്നെ പല ആളുകളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ നിരവധി തവണ ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരുപാട് നെറ്റും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ആളുകൾ, സൗകര്യമില്ലാത്ത കുട്ടികളുണ്ടെങ്കിലും അവർ വിഷമിക്കേണ്ട. കാരണം അതിനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കോൺട്രാക്റ്റ് ആക്ട് കൃത്യമായിട്ട് PDF-ൻ്റെ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മൊബൈലിൽ സൂക്ഷിക്കുക. ഞാൻ പറയുന്ന ഈ സെക്ഷനുകളും ഞാൻ പറയുന്ന ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി പുസ്തകങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ആളുകൾ പുസ്തകം വാങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് സെക്ഷനുകളും അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഏരിയകൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതി നിങ്ങൾ ഒരാവർത്തി വീണ്ടും വായിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഗ്രിമെൻ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി ഈ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി, അത് ഞാൻ ആദ്യം പറഞ്ഞു വാട്ട് ഈസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ എഗ്രിമെൻ്റ് എങ്കിൽ. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരാളെ കൊല്ലാം, അതിന് നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരണം. അവിടെ പ്രൊപ്പോസലുണ്ട്, കൺസിഡറേഷനുണ്ട്, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ മാത്രമാണ് അതിന് കോൺട്രാക്റ്റ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗമാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. സെക്ഷൻ 10 ആണ്. ഈ സെക്ഷൻ 10 വളരെ പ്രധാനപ്പെട്ട കോൺട്രാക്റ്റ് ആക്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവുക എന്ന് പറയുന്നത് 6 എസെൻഷ്യൽ എലമെൻറ്റ്സുകൾ നിർബന്ധമാണ്. അതിൽ സെക്ഷൻ 10 ആണ് ഒരു എസെൻഷ്യൽ എലമെൻറ്റ്, അതിൽ വാലിഡ് കോൺട്രാക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത്. വാട്ട് എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്, ഏതെല്ലാം എഗ്രിമെൻറ്റുകളാണ് കോൺട്രാക്റ്റ് ആയിട്ട് പറയുന്നത്. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് ലോഫുൾ ഒബ്ജക്റ്റ് and are not hereby expressly declared to be void.
ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് ഓരോന്നോരോന്നായി അടർത്തി മാറ്റിയെടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഓൾ അഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് ആണ്. അതിനെന്തൊക്കെ വേണം? ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ, ആദ്യം ഒരു എഗ്രിമെൻറ്റ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് എഗ്രിമെൻറ്റിനെ ആ ഡെഫിനിഷനിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. അപ്പോൾ ആദ്യം ഒരു കൃത്യമായ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. രണ്ട് പേർക്കും കൺസിഡറേഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രോമിസിനെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ്. ഒരു ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. രണ്ട് പാർട്ടിക്ക്, ഇപ്പോൾ എൻ്റെ കാറ് ഒരാൾ പറയുകയാണ് ഞാൻ 50,000 രൂപ തരാം, നിൻ്റെ കാർ എനിക്ക് തരണമെന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ ഞാൻ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ഭാഗമില്ല. ഫ്രീ കൺസെൻറ്റ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ സെക്ഷൻ 14 ഫ്രീ കൺസെൻറ്റിനെ കുറിച്ച് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നത് ഫ്രീ കൺസെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, അഥവാ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്ന് കരുതും. അതിലാദ്യമായിട്ടാണ് കൊയേഷൻ. കൊയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ത്രട്ടൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അണ്ടർ ഇൻഫ്ലുവൻസ്, ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ്, തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്യാം. ഫ്രോഡ്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള, അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഫ്രോഡ് ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഈ കോൺട്രാക്റ്റ് ചെയ്യുക. മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റായ രീതിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. മിസ്റ്റേക്ക്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ഈ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ഭാഗം ഫുൾഫിൽ ചെയ്യാതെ പോകുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗം. അതായത് ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് പറയേണ്ടത് കോമ്പീറ്റൻസി ഓഫ് പാർട്ടിയാണ്. കൃത്യമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള കോമ്പീറ്റൻസി അവർക്കുണ്ടാവണം. അതിന് സെക്ഷൻ 11 അതിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് കോമ്പീറ്റൻസി ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞത്. അതിൽ സെക്ഷൻ 11 പറഞ്ഞത് ഹൂ ആർ കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. എവറി പേഴ്സൺ ഈസ് എ കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ഹൂ ഈസ് ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി. ഫസ്റ്റ് വൺ ഏജ് ഓഫ് മെജോറിറ്റി ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ് ആൻഡ് ഹൂ ഈസ് സൗണ്ട് മൈൻഡ്. അദ്ദേഹം ഒരു സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അദ്ദേഹത്തിന് വട്ടോ ഭ്രാന്തോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും അവർക്കുണ്ടാവാൻ പാടില്ല. ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ. ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ എന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ രാജ്യം ഒരു എനിമിയാക്കി പ്രഖ്യാപിച്ച ആളുകളുമായിട്ടൊന്നും നമുക്ക് യാതൊരു തരത്തിലും കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കാനുള്ള ഡിസ്ക്വാളിഫിക്കേഷനുള്ള ആവാൻ പാടില്ല. അതുപോലെ തന്നെ ആൻഡ് ലോ വിച്ച് ഈസ് ദ സബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ഒന്ന് മെജോറിറ്റി ഉണ്ടായിരിക്കണം, രണ്ടാമത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം, മൂന്നാമത്തതായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ സെക്ഷൻ 10 നിന്ന് നമ്മൾ അടർത്തി മാറ്റുകയാണെങ്കിൽ ലോഫുൾ കൺസിഡറേഷൻ. ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ലോഫുൾ കൺസിഡറേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ആ കൺസിഡറേഷൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള കൺസിഡറേഷൻ രണ്ടു പേർക്കും ഉണ്ടാവണമെന്നുള്ളതാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ കാറ് തരാം, പകരം ഒരു 5 കിലോ മയക്കുമരുന്ന് എനിക്ക് തിരിച്ചു തരണം. ഇതൊരിക്കലും ഒരു ലോഫുൾ കൺസിഡറേഷൻ അല്ല. ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ലോഫുൾ കൺസിഡറേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് എന്നുള്ള ഒരു ഭാഗമൊക്കെയാണ്. സെക്ഷൻ 25 വാട്ട് ഈസ് കൺസിഡറേഷൻ എന്നതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നത്. അത് നമുക്ക് അടുത്ത ഒരു അധ്യായത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇനി അതിൽ നിന്ന് സെക്ഷൻ 10 നിന്ന് അടർത്തി മാറ്റാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ലോഫുൾ ഒബ്ജക്റ്റ്?
ലോഫുൾ ഒബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നിയമപരമായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കണം ആ എഗ്രിമെൻറ്റിലും ആ ഒരു പ്രൊപ്പോസലിലും പ്രോമിസിലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെയാണ് ലീഗൽ ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അത് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അത് ഉൾപ്പെടുകയുള്ളൂ. ആറാമതായിട്ട് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വോയിഡ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ടാവണം. ആൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെഡ് ടു ബി വോയിഡ്. ഒരു എഗ്രിമെൻറ്റ് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എങ്കിൽ അതിനെ വോയിഡ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ലീഗൽ പ്രശ്നം കാരണമോ അതല്ലെങ്കിൽ അതൊരിക്കലും ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് ആ എഗ്രിമെൻറ്റിലൂടെ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കാണ് നിയമപരമായിട്ട് യാതൊരു സാധൂകരണവുമില്ലാത്ത ഒരു കാര്യത്തിനെയാണ് വോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏതൊരു കാര്യവും വോയിഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റപ്പെടാതിരിക്കണം എന്നുള്ളതാണ് ആറാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സെക്ഷൻ 10 പ്രകാരം ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആയി മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സംശയങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫൈ ചെയ്യുന്ന മറ്റൊരു വീഡിയോ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ല നമസ്കാരം.